സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. ഒറ്റ സുവിശേഷമേ ഉള്ളൂ. അത് എന്തുവാന്ന് ചോദിച്ചാൽ നസറായനാകുന്ന യേശു ക്രിസ്തു. നമുക്കറിയാം, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വാക്യം ഒന്ന് വായിച്ചോ. ഞാൻ ഇതെല്ലായിടത്തും പറയുന്ന കാര്യം അതൊന്നുകൂടെ ആവർത്തിക്കുക. ഇതാണല്ലോ പറയണ്ട, വേറെ എന്നാ പറയാനാ? ഈ മഴയും പിടിച്ചിതൊക്കെ പറയാനുള്ളൂ, വേറെ പറഞ്ഞാൽ ഏക്കുകയില്ല, ഗുണവുമില്ല. ഇതാ നല്ലത്. അപ്പൊ എന്തുവാണ് സുവിശേഷം? വായിച്ച് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 മനപാഠ വാക്യമാ, എങ്കിലും ഒന്ന് മൈക്കിൽ കൂടെ വായിക്കണം. കാരണം ഇതിനകത്തുള്ളത് തന്നെയായി പ്രസംഗിക്കുന്നത് എന്ന് എല്ലാവരും അറിയണം. കാരണം ചിലരെന്നെ പറ്റി പറയുന്ന അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്ന്. ഞാൻ അങ്ങനെ പറയുന്നത്, അയാൾക്ക് ബോധവും വിവരവും ഒന്നും ഉള്ളവനല്ല. അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. അപ്പൊ ആ വിളിച്ചു പറയുന്നത് എന്നതാന്ന് വായിക്കാൻ മനസ്സിലാക്കി ഇതിനകത്തുള്ളതായി വിളിച്ചു പറയുന്നത്. വായിത് 2:8 പെട്ടത് ഇതെന്നില്ലേ? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. അപ്പൊ ശ്രദ്ധിച്ചേ, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാ സുവിശേഷം. ആ സുവിശേഷമാ ഇന്നും എനിക്ക് തോന്നുന്നു ഞായറാഴ്ച വരെ ഉണ്ട് ഇവിടെ മുഴങ്ങുന്നത്. ആ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാനായി ഈ കാലാവസ്ഥകളുടെ പ്രതികൂലത്തിലും ഇത്രയും പേര് ഈ പന്തലിലും ദൈവദാസന്മാർ ഈ സ്റ്റേജിലും ഇരിക്കുന്നത്. ഈ സുവിശേഷത്തെ അറിയിപ്പാനായി മുതൽ മുടക്കി മൈക്ക് സെറ്റുകാരെയും പാട്ടുകാരെയും എല്ലാം വിളിച്ചു വരുത്തി ഇതെല്ലാം ക്രമീകരിച്ചത് ഈ സുവിശേഷം അറിയിപ്പാന്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് നസറായനാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇകലോകത്തിൽ ഇറങ്ങി വന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. അധികം വിവരിക്കുന്നില്ല, കർത്താവിന് മഹത്വം. ഇനി എന്തിനായി സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാനാ. എല്ലാവരും രക്ഷപ്പെടണം. 2:11 വായിച്ച് തീത്തോസ് 2:11 അറിവുള്ള വാക്യമാ, വായിച്ചോ. 2:11 എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവർക്കും ഇത് അറിയാവുന്നതുകൊണ്ട് ചിലർ വേറെ പുസ്തകം പോലും കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് അങ്ങനെയുള്ളവരോട് സന്തോഷം, അറിയാമല്ലോ, അത് വലിയ കാര്യം. കൊണ്ടുവന്നവരോട്ട് തുറക്കുന്നുമില്ല. അതെ, 2:11 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ബഹുമാന്യരെ, രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, നസറായനാകുന്ന യേശു ക്രിസ്തു. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശുവിന്റെ നാമം. ഇന്ന് കാലാവസ്ഥയും ഈ മഴയും സമയത്തിന്റെ പരിമിതി എല്ലാം കണക്കെടുത്ത് അധികം വിശദീകരണത്തിന് പോകുന്നില്ല. ഓരോ വാക്കിൽ പറയുക, വിശദീകരിക്കുന്നില്ല. സാധാരണ പാട്ടുമൊക്കെ പാടുക, വിശദീകരിച്ച് പറയുന്നു. ഇന്ന് അതിന് മുതിരുന്നില്ല ഓരോ വാക്കിൽ. കാരണം ചില കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറയണമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായി ഇപ്പൊ ക്ഷീണമാ VS ഇല്ലേ? ഇപ്പൊ നല്ല 100 കഴിഞ്ഞു. എനിക്ക് പുള്ളിയോട് ബഹുമാനവും ആദരവും ഒക്കെയാണ്. നല്ല മനുഷ്യനാണ്. അപ്പം സാധാരണ അദ്ദേഹത്തെ എല്ലാരും പറയുന്നത് VS എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ടാ പറഞ്ഞ VS. പക്ഷെ മുഴുവൻ പേര് അതാ വേലിക്കകത്ത്, അതാ വേലിക്കകത്ത് നമ്മൾ പറയത്തില്ലേ AK ആന്റണി ഇല്ലേ? അതാ AK ആന്റണി. എന്തുവാ? അറക്കപ്പറമ്പിലെ കുര്യൻ മകൻ ആന്റണി. അപ്പൊ അത് സമയമെടുക്കും. AK ആന്റണി അല്ലെ VS എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഞാനെല്ലാം ഷോർട്ടായിട്ടാ പറയാം, മൊത്തം വിവരിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം വളരെ ഷോർട്ടായിട്ട്. അപ്പോൾ എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകല മനുഷ്യരും രക്ഷപ്പെടാൻ പൈസ കൊടുക്കണ്ട, സ്വോത്രകാഴ്ച കൊടുക്കണ്ട, വസ്തു കൊടുക്കണ്ട, ആടിനെയും മാടിനെയും കാളയും കഴുതയും ഒന്നും കൊടുക്കണ്ട, അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, ഏത്തക്കൊല കൊടുക്കണ്ട, പൂവങ്ങല കൊടുക്കണ്ട, പാല് കൊടുക്കണ്ട, പൈനാപ്പിൾ കൊടുക്കണ്ട, നെയ്യ് കൊടുക്കണ്ട, എണ്ണ കൊടുക്കണ്ട. ഏതാ? രക്ഷിക്കപ്പെടാനേ. മനസ്സിലാകുന്നില്ലേ? ഇതൊന്നും വേണ്ട. സ്തോത്രം. സഭയ്ക്ക് പൈസയും കൊടുക്കണ്ട,
ഇവിടെ പിന്നെ സ്തോത്ര കാഴ്ച എടുത്തത് ഇതെല്ലാം കാര്യങ്ങൾ നടക്കണം, അതുകൊണ്ടാണ്. അല്ല സ്വർഗത്തിൽ പോകാനൊന്നുമല്ല. എന്നാ പോകാൻ ഇരിക്കട്ടെ 10 പൈസ അങ്ങനൊന്നും അത് ഏകയല്ല. അപ്പൊ രക്ഷിക്കപ്പെടാൻ 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട. രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമമാണ്. കടന്നുവാ കടന്നുവാ യേശു നിന്നെ വിളിക്കുന്നു. നിങ്ങൾ ഈ പാട്ടറിയത്തില്ലേ? യേശു നിന്നെ വിളിക്കുന്നു. മതി, സങ്കടത്തോടെ പാടരുത്. അത് കേട്ടാലും ആരും വരികയല്ല. നല്ല സന്തോഷത്തോടെ അവരെ വിളിക്കുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു എനിക്ക് വയ്യാതെ കൊണ്ടാ പാടാൻ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടും സമശിക്ഷാവിധിയില്ല, എന്നിട്ടും പഠിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നെ ചിരിക്കണ്ട, നിങ്ങൾ പാടുന്നുമില്ലല്ലോ ചിലരെ. അത് പിന്നെ വയ്യയിലും ഇരുന്ന് പാടുന്നുണ്ട് ദൈവത്തിലേക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? അത് നസറായനാകുന്ന യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇത് പറയാനാണോ ഈ മഴയെ പിടിച്ച് താമസിച്ചു വന്നത്? ഇതല്ലേ പറയണ്ടേ? ദൈവത്തിന് മകത്വം. എല്ലാവരും രക്ഷപ്പെടാം. ഇനി എന്തുവാ ഈ സുവിശേഷത്തിന്റെ വിശേഷത? സുവിശേഷത്തിന്റെ വിശേഷതയുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത എല്ലാം വിവരിക്കുന്നില്ല, തൊട്ട് പോവുക. 3 വാക്യം വായിച്ചു. സുവിശേഷത്തിന്റെ വിശേഷത റോമാലേഖന 1:16 വാക്യവും, കൊലോസ് ലേഖനം 1:3 വാക്യവും, എഫേസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 14 വാക്യവും വായിച്ചു. പെട്ടെന്ന് റോമർ 1:16. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. 16. അപ്പൊ മുമ്പേ വായിച്ചതോ? 14. കുഴപ്പമില്ല, വേറെ പുസ്തകം 16 വായിച്ചു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവത്തിന്റെ മഹത്വം. സുവിശേഷത്തിന്റെ വിശേഷതയുണ്ട്. അതിൽ ഒന്നാമത്തെ ഒത്തിരി വിശേഷതയുണ്ട്. ഇവിടെ ഈ 3 വാക്യത്തിന്റെ വിശേഷത. ഒന്ന്, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. സകല മനുഷ്യരെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. ആർക്കും രക്ഷപ്പെടാം, ഏത് വ്യക്തിക്കും രക്ഷപ്പെടും. അവൻ രക്ഷപ്പെടുത്തുവാൻ, രക്ഷിക്കപ്പെടുത്തുന്ന ഒരേ ഒരു മാർഗമാണ് സുവിശേഷം. ഇത് വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാ. ദൈവത്തിന്റെ മകത്വം. വിവരിക്കുന്നില്ല. പിന്നെ എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? 1:3 വായിച്ച്. കൊലോസ് ലേഖനം 1 അധ്യായത്തിന്റെ 3 വാക്യം. സുവിശേഷത്തിന്റെ വിശേഷത പെട്ടെന്ന് വായിച്ചു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. മതി, വായിക്കാൻ നേരമില്ല. ദിവ്യദാസന്മാര് വായിച്ചു തരുന്നതിന് നന്ദി. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. എന്തുവാ സുവിശേഷം? എന്തുവാ നമ്മുടെ പ്രത്യാശ? നമ്മുടെ പ്രത്യാശയെ പറ്റി പ്രയോഗം കൊടുത്തിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ, വിലയേറിയ പ്രത്യാശ, നിത്യപ്രത്യാശ. സ്തോത്രം. വലിയ പ്രത്യാശ പറഞ്ഞ നാമം. നല്ലതാ, വായിച്ചു തന്നാ. ദൈവത്തിന്റെ മകന് അത് എഫേസ്യർ 6:14 എടുത്തു വെച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന് പ്രത്യാശയുണ്ട്. എന്തുവാ ഈ പ്രത്യാശ? എല്ലാം വിവരിക്കാൻ നേരമല്ല. നമ്മുടെ പ്രത്യാശ എന്നാന്നറിയാമോ? അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത യേശു സ്വർഗത്തിൽ പോയി തിരിച്ചു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. വരുവോ? ഞാനേ പണ്ട് ഓടനാവട്ടത്ത് ജോർജനോട് ചോദിച്ചു, ജോർജ, കർത്താവ് വന്നാ പോകണ്ടേ? പുള്ളി പറഞ്ഞു, ഒത്താ പോകണം. ഒത്താ പോകാനാണോ? അയ്യോ, നിശ്ചയമായിട്ടും പോകണം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാന്നല്ല, വരുവാൻ ഉള്ളവൻ. ഏകവചനമാണ്. എല്ലാവരും എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? വരുവാൻ ഉള്ളവൻ ഏകവചനമാണ്. ആ വരുവാനുള്ള ഒരുവനെയുള്ള നസറയനാകുന്ന യേശു.
ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാനൊന്നും താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വെച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. തെസ്സലോനിക്കർ 4:13 നമുക്കെല്ലാം കാണാപാഠമാ. 16 വിശേഷിച്ച് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറഞ്ഞു വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ പോക്കിനെ പറ്റി സങ്കീർത്തനക്കാരൻ ആത്മാവ് ദർശിച്ച് അലങ്കാര ഭാഷ കൊടുത്തുക. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരും. ഇതാ പ്രത്യാശ. സുവിശേഷത്തിന്റെ പ്രത്യാശ ഇതാ. മാത്രമാണോ, നമ്മെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരുണ്ട്. കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുക. ആരടക്കിയെന്നോ എവിടെ അടക്കിയെന്നൊന്നും വിഷയമല്ല. പോപ്പടക്കിയാലും അന്ത്യോക്യെന്ന് വന്നടക്കിയാലും പിതാക്കന്മാരൊക്കെ ചെല്ല് പറയുമല്ലേ, ഇന്ന പിതാവ് പേപ്പറിൽ കാണുകയല്ലേ, ഇന്ന ആൾക്കാർ വന്നു. അറിയാത്തവരോടൊന്ന് അറിയാനാ. ഞങ്ങളുടെ ദുഃഖത്തിൽ വന്ന് സഹകരിച്ച ജനപ്രതിനിധികളെ, മന്ത്രിമാരെ, മന്ത്രിപുംഗവന്മാര്, MLA, MP, സഭാപിതാക്കന്മാര് വായിച്ചിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറഞ്ഞ പുള്ളിയല്ല. ആരൊക്കെ വന്നാലും ആരൊക്കെ ചേർന്ന് നടക്കാലും നീ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടതല്ലെങ്കിൽ മേപ്പോട്ട് പോവുകയല്ല. അതിന് വേറെ പുസ്തകത്തിൽ, യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ സുവിശേഷത്തിലുണ്ട്. അതിന് പറയുന്നത് വീണ്ടും ജനനം വന്ന എന്താ വീണ്ടും ജനനം. ഇന്ന് ഞാൻ സഭയെ പറഞ്ഞു, എന്തോ വീണ്ടും ജനനം. ഞങ്ങളെല്ലാം വീണ്ടും ജനനം പ്രാപിച്ചു വന്നിരിക്കുക. അല്ലാതെ ഇപ്പം നമ്മൾ ചിലരോട് ചോദിക്കല്, എന്തോ വീണ്ടും ജനനം? സ്നാനപ്പെട്ടതാണെന്നോ? നമ്മൾ ചോദിക്കല്, ബ്രദർ വീണ്ടും ജനനം പ്രാപിച്ച ആളാണ്, ഞാൻ സഭയുടെ സെക്രട്ടറിയാണ്, അതാന്നാ ചോദിച്ചത്. സഹോദരൻ വീണ്ടും ജനനം പ്രാപിച്ചതാണോ? ഞാൻ സെന്ററിന്റെ ചുമതലയുണ്ട്. സഹോദരി വീണ്ടും ജനനം പ്രാപിച്ചതാണോ? ഞാൻ സഹോദരി സമാജത്തിന്റെ പ്രസിഡന്റാണ്. ഇതൊന്നും അല്ല വീണ്ടും ജനനം. എന്തുവായി വീണ്ടും ജനനം? ഇടയ്ക്ക് കയറി ഒന്ന് പറയാം, ഓർമ്മ വന്നത് കൊണ്ടാ. എന്തുവായി വീണ്ടും ജനനം? ഏതായാലും വന്ന് തണുപ്പം പിടിച്ചിരിക്കുകയല്ലേ. വീണ്ടും ജനനം. പാട്ട് പാടുന്നവരോട് ആദ്യം ചോദിക്കുക, എന്തുവായി വീണ്ടും ജനനം? ഓ, ഞങ്ങൾ പാടുന്നല്ലാതെ പാസ് പ്രസംഗിക്കാൻ വന്നിട്ട് അങ്ങോട്ട് നോക്കി പ്രസംഗിച്ചോണം, ഞങ്ങളെ നോക്കി പോലും പറയുകയും ചെയ്യരുത് ചോദ്യമോ? അല്ല, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ രണ്ടുപേരിരിക്കുന്നില്ല, എന്തുവായി വീണ്ടും ജനനം? കൂട്ടുകാർ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്, നന്നായിരിക്കുന്നത്. എന്തായാലും വീണ്ടും ജനനം തന്നെ. അല്ല, ഇതിനെ തക്കരായ മറുപടി പറഞ്ഞത് കർത്താവാ. വായിച്ചോ, 3:1 ഇടയ്ക്ക് കയറി പറയുക. 3:1 വായിച്ചേ, വായിച്ചു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെയില്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു. എല്ലാ വാക്യങ്ങളും അടുക്കടുക്കായിട്ട് പറഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടെ വിശദീകരിച്ചാൽ കൊള്ളാന്നുണ്ടെങ്കിൽ സമയത്തെയും കൂടെ കണക്കിലെടുത്ത് ഇവിടെ ഇത്രയും പേര് വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷം. വാഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ ചിലർക്കുണ്ട്, എങ്കിലും ഇതെല്ലാം തരണം ചെയ്താൽ നിങ്ങൾ വന്നത് കൊണ്ട് അധികം നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. ഇനി അത്യാവശ്യം ആർക്കെങ്കിലും വാഹനമില്ലാത്തവർ ഞാൻ പോകുന്ന റൂട്ടിലാണെങ്കിൽ എന്റെ വണ്ടിയെ കയറാവുന്നിടത്തോളം കയറിയ എവിടാന്ന് വെച്ചാൽ കൊണ്ടുപോയി വണ്ടി പോകുന്നത് ആരും. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് വീണ്ടും ജനനം? യേശു കർത്താവിന്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു, ഒരാള് വന്നു. അപ്പൊ ആര് വീണ്ടും ജനനം എന്താണ്?
ആരാ വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്? ആർക്കൊക്കെയാ വീണ്ടും ജനനം? രണ്ട് കാര്യം പറഞ്ഞ് അങ്ങ് നിർത്തിയേക്കാൾ കൂടുതൽ പറയാൻ നേരം. എന്താണ് വീണ്ടും ജനനം? ആരാണ് വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്? അതൊന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. നിങ്ങള് ആ ഭാഗം പഠിച്ചാൽ ഈ വന്ന പുള്ളിയുടെ പേര് എന്തുവാ? നിക്കോദേമോസ്. ഇയാൾ ആരാ? ഒന്നാം വാക്യം ഒന്നുകൂടെ വായിര്. പരീശന്മാരുടെ കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു പരീശനാണ്. ആ പരീശനോടാ യേശു പറഞ്ഞത് നീ വീണ്ടും ജനനം പ്രാപിക്കണം. ആരാ ഈ പരീശൻ? യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായിട്ട് രണ്ട് വകുപ്പുകളാ. ഒന്ന് പരീശന്മാരും, രണ്ട് സദൂക്യനും. രണ്ടും നല്ല കക്ഷികളാണ്. ഇവര് തമ്മിൽ ഉടക്കാം. നമ്മുടെ സെന്ററിലൊക്കെ ചിലർ കയറി ഉടക്കുന്നത് പോലെ ഒരു സെന്ററാ. എന്നാലും മനസ്സിലാകാറ്റിയാണോ അതോ? രണ്ടും യഹൂദനാ, എന്നാലും ഇതുങ്ങള് ചില വിഷയത്തിൽ ഉടക്കാം. സദൂക്യര് അവര് ആത്മാവ് ഒന്നും വിശ്വസിക്കുകയല്ല, ദൂതനും ഒന്നും വിശ്വസിക്കുകയല്ല, പുനരുദ്ധാനത്തെ പറ്റി ഒന്നും വിശ്വസിക്കുക. എന്നാലും യഹൂദനാ. പക്ഷേ പരീശൻ അങ്ങനല്ല. ആത്മാവ് ഉണ്ടെന്നും ദൂതനുണ്ടെന്നും പുനരുദ്ധാനം ഉണ്ടെന്നും ഇവർ വിശ്വസിക്കുക. രണ്ടും യഹൂദന്മാർ. നമ്മുടെ ഇടയിലും അങ്ങനെ ഉണ്ടല്ലോ. പെന്തിക്കോസിലാണെങ്കിലും അന്യഭാഷ അംഗീകരിക്കാത്ത വിശ്വസിക്കാത്തവരുണ്ട്. എന്നാലും വന്നിരിക്കുക. എല്ലാവരും ആത്മാവിലാകുമ്പോൾ പുള്ളി ഇങ്ങനെ നോക്കുക, ആരൊക്കെ ആത്മാവിലാകും. അവർ രണ്ട് ഗ്രൂപ്പുകാര്, പരീശന്മാരും സദൂക്യരും. അപ്പൊ ഈ പരീശന്മാരുടെ രീതികള് പരസ്യമായിട്ടൊക്കെ നിന്ന് പ്രാർത്ഥിച്ചു കളയും. ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും നിർത്തുകയല്ല. ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളെ ഇറക്കത്തിൽ പോകും പോലെ നിർത്തുക. പിന്നെ നമ്മൾ ലൂയ്യ നിർത്താൻ. അപ്പൊ പുള്ളി ഓർക്കം ഇഷ്ടപ്പെട്ടിട്ട് ഏലായിട്ട് വരികയാണ്. നിന്നുകൊണ്ടൊക്കെ ചന്തസ്ഥലത്തൊക്കെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. എല്ലാവരും കാണണം. എന്തായാലും ഒക്കെ കൊടുക്കുകയാണേലും ഓപ്പണായി. ചിലർ സഭായത്തിന് ലാസ്റ്റ് സ്വോത്ര കാഴ്ച ഇടാൻ വരുള്ളൂ. ഒരു 500 നോട്ടൊക്കെ. ചില സഭയിൽ സെക്രട്ടറിമാരും ഉണ്ട്, ലാസ്റ്റേ ഇടുള്ളൂ. അവരെ നേരത്തെ ഇട്ടാലല്ല. സെക്രട്ടറിയുടെ ഭാര്യ ലാസ്റ്റേ ഇടുള്ളൂ. എല്ലാരും ഇട്ട് കഴിഞ്ഞാൽ ആ വലവൊക്കെ ഒന്ന് കാണണം. മുന്നിൽ ഇരുന്നാൽ ഇവൻ ഇടുകയല്ല. ഇവനല്ലേ ആദ്യം വന്ന് കണ്ടേ. മിണ്ടുന്നില്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അത് ഇങ്ങനെ പുള്ളി ഇളകിയെന്നാ തോന്നുന്നത്. ഇനിയിപ്പം എന്നാക്കെ ഇവിടെ പറഞ്ഞു പിടിപ്പിക്കൊന്നും പറയുന്നത് എടുത്ത വിഷയത്തിൽ എല്ലാരും കാന്തിയാ വല്ലതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവര് വേറൊരു പ്രകൃതി. ന്യായപ്രമാണം മുഴുവൻ വിശ്വസിക്കുന്ന പരീശന്മാർ. ഇത് മുഴുവൻ ഇവര് വിശ്വസിക്കുന്നവരാ. ന്യായപ്രമാണമൊക്കെ നന്നായിട്ട് അറിയാം. ഇത് വിശ്വസിക്കുന്നവരാ. അങ്ങനെയുള്ള വ്യക്തിയോടാ യേശു പറഞ്ഞ വീണ്ടും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം മുഴുവൻ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. 119 സങ്കീർത്തനം കാണാതെ പറഞ്ഞു സെന്ററിൽ നിന്നും കുമ്പനാട്ടിൽ നിന്നും ട്രോഫി മേടിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നും ആയില്ല. നീ വീണ്ടും ജനനം പ്രാപിക്കണം. ഡിസ്ട്രിക്റ്റിന്റെ ട്രോഫി എല്ലാം വീട്ടിൽ ഷോക്കേസ് നിരത്തി വെച്ചിരിക്കുക. അതൊക്കെ നല്ല കാര്യം. പാട്ട് പാടിയതിനും ഇപ്പൊ പിന്നെ ആക്ഷൻ സോങ്ങിനും ഒക്കെ ഉണ്ട് ട്രോഫി. അല്ല, മറ്റേ ഡാൻസിന് പോകാൻ ഒക്കുന്നില്ലല്ലോ. എവിടാ അതിന് ചെറുതുരുത്തിയില്ലേ, കലാമണ്ഡലത്തിൽ പോകാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് കൊച്ചു കലാമണ്ഡലം ആട്ടെ. നമുക്ക് ഒരു അലോഗ്യം ഉണ്ടാക്കണ്ട. നിങ്ങൾ ചിന്തിക്കുക, അതെങ്ങനെ താമസിച്ചു വന്ന ചെയ്യാതെല്ലാം അലോഗ്യം ഉണ്ടാക്കി വെച്ചാൽ പോലെ. ന്യായപ്രമാണ പുസ്തകമെല്ലാം കാണാതെ അറിയാം, നന്നായിട്ട് അറിയാം. ഇത് മുഴുവൻ വിശ്വസിക്കുന്നവരാ. പക്ഷേ വിശ്വസിക്കുന്ന പറഞ്ഞിട്ടോ ഇത് കാണാതെ പറഞ്ഞിട്ടോ കാര്യമല്ല. വീണ്ടും ജനനം പ്രാപിക്കണം, സ്വർഗ്ഗത്തിൽ പോകാൻ. സ്തോത്രം. അപ്പം ഒന്ന് പരീശന്മാർ. നമ്മുടെ ഇടയിൽ ഒത്തിരി പരീശന്മാരുണ്ട്. ദീർഘനേരം എല്ലാരും കാണുക പ്രാർത്ഥിക്കുന്നവരും വല്ലതും കൊടുക്കുന്നത് എല്ലാരും കാണുക കൊടുക്കുന്നതും ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും കൺവെൻഷന്റെ സമയത്ത് പാട്ടിയൊക്കെ കുത്തി സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്ന പുള്ളിക്കാരും കസാര മടക്കാനും ഒന്നും കണ്ടില്ലെങ്കിലും ആമേൻ സ്തോത്രം സമയത്ത് ഫോട്ടോയുടെ സമയത്ത് അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. സ്ഥലമൊന്നും പറഞ്ഞില്ല. ഒരു സഭയില് പണ്ട് ഞാനും പോയി.
കൺവെൻഷന്റെ സമയമാകുമ്പോ പകൽ ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ ആ വീടുകളിലെല്ലാം കയറി ഈ രണ്ട് പേര്, ഞങ്ങൾ സ്റ്റുഡൻസ് ഒത്തിരി പേരുണ്ട്, ഈ 2 പേരെ ലഘുലേഖയും ഈ കൺവെൻഷൻ നോട്ടീസിൽ നിന്ന് ഞങ്ങളെ വിടുക. അപ്പൊ ആ ദേശത്തെല്ലാ വീടുകളിലും കയറി ഞങ്ങൾ സുവിശേഷവും ചില വീടുകളിൽ പറഞ്ഞു, കൺവെൻഷനെ ക്ഷണിച്ചു, നോട്ടീസ് കൊടുത്തു. അപ്പൊ ഞാൻ ഇന്നത്തെ പോലെ ഓർക്കുന്നു, അന്ന് പകൽ അവിടെ അധ്വാനിച്ച 2-3 സഹോദരിമാർ അവിടെ എല്ലാം തൂത്തുവാരുകയും തേച്ച് മഴക്കുകയും, അതിനിടെ ഞങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചു ഒക്കെ കൊടുക്കണം, വലിയ മീനെ കൊണ്ടുവന്ന വാളയും ഒക്കെ മേടിച്ചു കൊണ്ടുപോകണം, അത് വെട്ടി തേച്ച് കഴുകി കറി വെക്കാനൊക്കെ കൂട്ടി അധ്വാനിച്ച സഹോദരിമാർ. ഞങ്ങൾ സഹോദരിമാര് പറയുകയും ചെയ്തു, നമ്മൾ തച്ചിയിരിക്കുന്നില്ല, ഓടി കണ്ടെന്നാ ജോലി ചെയ്യും, നന്നായിട്ട്. അതിനിടയ്ക്ക് കസേര ഇടാനും തൂത്തുവാരാൻ എല്ലാം, അതിനിടയ്ക്ക് വരുന്നവർക്ക് കാറ്റ് കൊടുക്കാൻ വളരെ ഉത്സാഹത്തോടെ. അവിടെ ഇരുന്ന് ദൈവദാസനും കുടുംബം അതുപോലെ തന്നെ നല്ല ഉത്സാഹമുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് കൺവെൻഷനൊക്കെ കഴിഞ്ഞ് അന്ന് കാനോച്ചനാ പ്രസംഗിക്കുന്നത്. കാനോച്ചൻ നല്ല മെസ്സേജ്. കൺവെൻഷൻ കഴിഞ്ഞു, എല്ലാരും പോയി. അപ്പം ഈ ഭക്ഷണം വിളമ്പുന്നിടത്ത് വന്നു. അത് 2ാം ദിവസം. ആദ്യത്തെ ദിവസം അന്നത്തെ സെൻട്രൽ പാസ്റ്റ് കൊണ്ട്. അപ്പൊ ഭക്ഷണത്തിന് ഇരുന്നപ്പം ഈ വിളമ്പുന്ന സമയമായപ്പോൾ ആ സഭയിലെ പ്രധാനപ്പെട്ട 2 കൊച്ചമ്മമാര് വിളമ്പാനായിട്ട് വന്നു. പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അവര് വന്ന് വിളമ്പുക. അപ്പൊ ഞങ്ങള് സഹോദരന്മാരെ അങ്ങനെ എടുത്തിട്ടുണ്ട്. സെൻട്രൽ പാസ്റ്റും കൺവെൻഷൻ പ്രസംഗിച്ചവരല്ല ഈ നിലയിൽ ഇരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആ ഭക്ഷണം തന്നത് കേട്ടോ. അത് നല്ല ഭക്ഷണമായിരുന്നു. അപ്പം ഇങ്ങനെ വിളമ്പിയപ്പോ ഒത്തിരി വിഭവങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾക്കും തന്നു. സാധാരണ അങ്ങനെ തരാറില്ല. ബൈബിൾ സ്കൂളിൽ നിന്ന് വരുന്നവർക്കും ലോക്കൽ പാസ്റ്റർമാർക്കും ഒന്നും അങ്ങനെ കൊടുക്കത്തൊന്നുമില്ല. അതുങ്ങൾ കുടിച്ചാലായി കഴിച്ചാലായി. സെന്ററിനും പിന്നെ മെയിനും ഒക്കെ നിങ്ങൾക്കൊന്നും മനസ്സിലാകും. ആണ് ഉള്ളത് മനസ്സിലാകും. പക്ഷെ അവര് അങ്ങനെ ഒന്നും കാണിച്ചില്ല, എല്ലാവർക്കും താന്നു. അപ്പൊ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. ഈ സെൻട്രൽ പാസ്റ്റർ വിളമ്പിയ കൊച്ചമ്മമാരോട്, അവിടുത്തെ സഭയിലെ പ്രധാന കൊച്ചമ്മമാരാ, വിളമ്പിയ കൊച്ചമ്മമാരോട് ഇതൊന്നും അറിയുന്നില്ല മുഴുവൻ. എന്നാലും എന്റെ കൊച്ചമ്മയെ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടല്ലോ, ഇത്രയോ കൂട്ടാൻ. ഉടനെ അതിലൊരു കൊച്ചമ്മ, ഇതൊക്കെ കർത്താവിന് വേണ്ടിയല്ലേ? തേച്ചു മണിക്കതും തൂത്തുവാരിയതും മീൻ വീട്ടിൽ കഴുകിയതും ഓട് നടന്ന് ജോലി ചെയ്തത് സാധനത്താകുന്ന 3-4 സഹോദരിമാര്, വിളമ്പാൻ നേരത്തെ ഈ 2 പെണ്ണുങ്ങൾ എങ്ങനെയുണ്ട്? അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അങ്ങനെ പറയുമ്പം ഈ 2 പെണ്ണുങ്ങൾ പറയണ്ടേ, ദൈവദാസനെ ഞങ്ങളല്ല കഷ്ടപ്പെട്ടത്, കഷ്ടപ്പെട്ട സഹോദരിമാരുണ്ട്. സാരിയെ ഇവരാണ് ഇതല്ലേ എന്റെ മര്യാദ. ഈ പെണ്ണുങ്ങൾ പറയും. ഉടനെ അവര് പറയുക, പിന്നെ കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടല്ലല്ലോ വിളമ്പി കൊടുക്കുന്ന തന്നെ, ഇതിന് വേണ്ട കഷ്ടപ്പാട്. പണിതത് വേറെ ആൾക്കാരല്ലേ. എനിക്ക് ഇരുട്ടായതുകൊണ്ട് ആരെയും അങ്ങോട്ട് കാണാനും ഇല്ല. മോന്തയൊക്കെ എങ്ങനെ ആയിരിക്കുന്നു അറിയില്ല. അപ്പൊ അന്ന് ഇന്നും അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. അപ്പോൾ ആരൊക്കെയാ വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്? പരീക്ഷന്മാര്, എല്ലാം അറിയാവുന്ന ആമേനെ എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് വീണ്ടും ജനനം പ്രാപിക്കണം. വിശ്വസിച്ചതുകൊണ്ട് കാര്യമായില്ല. ന്യായപ്രമാണമൊക്കെ അവര് വിശ്വസിക്കുക, ദൂതനുണ്ടെന്നും വിശ്വസിക്കുക, ആത്മാവുണ്ടെന്നും വിശ്വസിക്കുക, എല്ലാം വിശ്വസിക്കുക. നമ്മളും അങ്ങനല്ലേ സുവിശേഷം പറയുമ്പോ സ്തോത്രം, അച്ചായ നരകമുണ്ട്, ആർക്കായി അറിയാം, സ്വർഗമുണ്ട്, പിന്നെ സ്വർഗം ഉള്ളതുകൊണ്ടല്ലേ യേശു രക്ഷിക്കും. ആർക്കും അറിയാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ കൂടെ നിന്നങ്ങ് പറയും. പക്ഷെ വീണ്ടും ഞാൻ നടക്കുകയാണ്. ഇത് പറഞ്ഞത് കൊണ്ടോ ഒന്നും കാര്യമായില്ല. ചെല്ലു പറയത്തില്ലയോ, ഞങ്ങള് എല്ലാ പാസ്റ്റർമാർക്കും ഞങ്ങളാ സഹായം ചെയ്യുന്നു. പിന്നെ വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പൊ ആരൊക്കെ? ഒന്ന് പരീക്ഷ എന്ന് പറഞ്ഞ ഇതെല്ലാം അറിയാവുന്നത് വീണ്ടും ജനനം പ്രാപിക്കും. 2 പ്രമാണി എന്നാണ്, അങ്ങനല്ലേ? പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രാമാണിത്വമുള്ളവരും വീണ്ടും ജനനം പ്രാപിക്കണം. ഞങ്ങൾ ഈ ദേശത്തെ വലിയ കുടുംബക്കാരാ. ഞങ്ങളുടെ ഫാമിലി ഇവിടെ അല്ല. ഉടുമ്പന്നൂര്, കരിവണ്ണൂര്, തൊടുപുഴ, പിന്നെ കോടിക്കുളം, പടിഞ്ഞാറേ കോടിക്കുളം, പിന്നെ മണ്ണപ്പുറം, ഇവിടെ എല്ലാം ഞങ്ങള് വലിയ ഫാമിലിയാണ്. അറിയാം, ഞങ്ങൾ ഇവിടുത്തെ പ്രമാണിമാര്. ഇതെല്ലാം ഞങ്ങളുടെ വസ്തുവും പുറകിടവൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേശ്ശെ
കൊടുത്ത നല്ല കാര്യം. പക്ഷെ നീ നിന്റെ പ്രാമാണിത്വം ഒന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പൊ പരീക്ഷനും വീണ്ടും ജനനം പ്രാപിക്കണം, പിന്നെ പ്രമാണി പ്രാപിക്കണം. ഈ രണ്ടു കൂട്ടരും മതിയോ? അല്ല. 3 ഭാഗം പഠിക്കുമ്പോൾ ഇദ്ദേഹം യേശുവിന്റെ അടുക്ക് വന്ന് പറയാ, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയും. അടുത്തത്, ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ പുള്ളിക്ക് എന്റെ ഭാഷയിൽ പറഞ്ഞ ക്രിസ്തുശാസ്ത്രമൊക്കെ നന്നായിട്ട് അറിയാം. യേശുവിനോടാ പറഞ്ഞത്, നീ എവിടുന്നാ വന്നെന്നൊക്കെ. പിന്നെ തന്നെയല്ല, നിന്നോടുകൂടെ ദൈവമുണ്ട്. ഇല്ല, ഇങ്ങനെ വല്ലോ വകുപ്പൊക്കെ പറയുന്നല്ലാതെ പുള്ളിക്ക് വീണ്ടും ജനനത്തോട് താല്പര്യമില്ല. പുള്ളിക്ക് ക്രിസ്തുശാസ്ത്രമൊക്കെ നന്നായിട്ട്, തിയോളജി 5 വയസ്സ് സ്കൂളിൽ പഠിപ്പിക്കുക, പക്ഷെ വീണ്ടും ജനനം അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. ഉണ്ട്. നമ്മൾ ചോദിക്കുകയല്ലേ, എന്തോ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുക. എല്ലാവരുടെയും കാര്യമല്ല, പഠിപ്പിക്കുന്നതേ ഉള്ളു പലരും. പക്ഷെ ഇത് വലിയ വിശ്വാസമൊന്നുമില്ല. എനിക്കറിയാൻ പഠിപ്പിക്കുന്ന ധാരാളം ആൾക്കാർ സഭായത്തിന് വന്നാൽ കൈയടിക്കുകയോ ആത്മാവിലാകുമോ ദൈവത്തെ വകുത്തപ്പെടുന്നത് ഇങ്ങനെ പഠിച്ച് ചീർത്തിരിക്കുക, തവള ചീർക്കുന്നത് പോലെ. എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ബീവർഗീസൻ ദൈവദാസൻ. പുള്ളി ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്തിനാ ഒരു അലോഗ്യം ഉണ്ടാക്കി വെച്ചു പോകും. മാതൃക ഉള്ളവരുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. ഇദ്ദേഹത്തിന് ക്രിസ്തുശാസ്ത്രമൊക്കെ നന്നായിട്ട് അറിയാം. നീ എവിടുന്നാ വന്നെന്ന് എനിക്കറിയാം, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് എനിക്കറിയാം. ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതും ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. പക്ഷെ വീണ്ടും ജനനം പ്രാപിക്കണം. എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞു വെച്ച് പോകരുത്. വീണ്ടും ജനനം പ്രാപിക്കണം. അപ്പൊ ആരൊക്കെ പ്രാപിക്കണം? ന്യായപ്രമാണം വിശ്വസിക്കുന്നവൻ പ്രാപിക്കണം, വീണ്ടും ജനനം നടക്കണം. 2, പ്രമാണിത്വമുള്ളവർ വീണ്ടും ജനനം പ്രാപിക്കണം. 3, ഇതെല്ലാം ക്രിസ്തുശാസ്ത്രമൊക്കെ അറിയാം. ന്യൂമറ്റോളജി, ആന്ത്രോപോളജി, എസ്കറ്റോളജി എല്ലാം അറിയാം. പക്ഷെ വീണ്ടും ജനനം പ്രാപിക്കണം. അതെയോ? ഇനി 4 എല്ലാം അധികം വിവരിക്കുന്ന 4 പുള്ളി യേശു വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് പുള്ളിയോട് പറഞ്ഞപ്പോ പുള്ളി പറയുന്നൊരു പദമുണ്ട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, പുള്ളി ആരാ? പ്രായമുള്ളയാളാ. ഈ നിക്കോദോമോസ് അല്പം പ്രായമുണ്ട്. അതിലെ പുള്ളി ചോദിക്കുന്നത് വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് പറഞ്ഞ് യേശു പറഞ്ഞപ്പോ പുള്ളി അങ്ങോട്ട് മനുഷ്യൻ വൃദ്ധനായ ശേഷം പുള്ളിക്ക് നല്ല പ്രായമുണ്ട്, പ്രായമുള്ളയാൾ. അപ്പൊ ആരാ വീണ്ടും ജനനം പ്രാപിക്കണം? പ്രായമുള്ളവരും വീണ്ടും ജനനം പ്രാപിക്കണം. നമ്മൾ സുവിശേഷം പറയുമ്പോ ചില വല്യപ്പന്മാര് പറയുന്നത്, ഉപദേശി എന്താ പിള്ളേര് പന്തുകളത്തി പിള്ളേര് കളിക്കുന്നു, ചെന്ന് പറ. അപ്പച്ചൻ, ഞങ്ങൾ ഇനിയിപ്പം പ്രായമൊക്കെ ആയി അയ്യോ അപ്പച്ചനും വീണ്ടും ജനനം പ്രാപിക്കണം. ചെല്ലുപടത്തില്ല, കുഴിയിലോട്ട് ഞങ്ങള് അന്നാരുമെങ്കിലും ഒന്ന് പ്രാപിക്കും. ഇന്ന് രാത്രി തട്ടിപ്പോവോ ഇല്ലയോ എന്ന് ആരറിഞ്ഞു? പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, എന്നാൽ ഇച്ചിരി പേടിക്കുന്നത് നല്ലതാ. ഇത് സുപ്രധാന കാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പൊ പ്രായമുള്ളവരും വീണ്ടും ജനനം. വൃദ്ധൻ എന്ന് പറഞ്ഞ ഇച്ചിരി പഴക്കമുള്ള ആളാ. അതാ, ചെറുപ്പക്കാരെ പോലെ അല്ലല്ലോ വൃദ്ധൻ, കുറെ പഴക്കമുണ്ട് അല്ലേ? ചെല്ലുപടത്തില്ലേ, നിന്നേക്കാളും 2 ഓണവും കൂടെ ഞാൻ, അതാ പഴക്കം. ചെല്ലു പറയത്തില്ലേ, വേണ്ട കൂടുതൽ എൻ്റെ അടുക്കെ ഒന്നും പറയുമോ, നിന്നേക്കാളും അതാ പഴയ ആളാ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചിന്തിച്ചാൽ ആരാ വീണ്ടും ജനനം പ്രാപിക്കേണ്ടത്? പഴയ ആൾക്കാരും വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ പാരമ്പര്യക്കാരും വീണ്ടും ജനനം പ്രാപിക്കണം. പഴയ ആൾക്കാർ നമ്മുടെ എല്ലാവരും ഉണ്ട്, പാരമ്പര്യക്കാരില്ലേ? ഉണ്ട്. നമ്മൾ ഈ സുവിശേഷ വേലയ്ക്കൊക്കെ പലയിടങ്ങളിൽ ചെല്ലുന്നതല്ലേ. ചെല്ലുമ്പോൾ എന്നോടും ചോദിച്ചിട്ടുണ്ട്, എവിടാ വീട്? കാവാലത്ത്. പേരെന്തുവാ? ഇപ്പോഴല്ല, ഇപ്പൊ ഒന്നും അങ്ങനെ ചോദിക്കാറുണ്ട്. എന്റെ പേര് അനീഷ്. എത്ര നാളായി ഇതിനകത്ത് വന്നിട്ട്? അപ്പൊ നമ്മൾ അന്നൊക്കെ പറയുമായിരുന്നു 10 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങള് ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് വന്നതാ. ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് വന്നതാ. നീയും വീണ്ടും ജനനം പ്രാപിക്കണം. ഉണ്ണുണ്ണി സാറിന്റെ വകുപ്പും പറഞ്ഞോണ്ടിരുന്നാ പോരാ.
നാളെ ഒരാൾ പറഞ്ഞു ഒന്ന് സാറപ്പച്ചൻ കിടന്ന കാട്ടില്, ആ കാട്ടിൽ നിന്റെ വീട്ടിൽ കിടന്നിട്ട് നീ സ്വർഗത്തിൽ പോവോ? ബ്രദറുകാരോട് നമ്മൾ ഇന്ന് സംസാരിച്ച് എവിടാ എത്ര നാളായി നമ്മൾ പറയത്ര നമ്മള് സൈമൺ സാറിന്റെ കാലത്ത്. ഈ രണ്ട് കക്ഷികളെ രണ്ടെണ്ണത്തിനെയാ പിടിച്ചേക്കുന്നത്. ബ്രദറുകാര് സൈമൺ സാറിനെയും കയറി പിടിക്കും, എന്തിക്കോസുകാര് അവര് രണ്ടുപേരും പോകേണ്ടടുത്ത് പോയി. നീ ഇതെല്ലാം പറഞ്ഞിരുന്ന നീ എവിടെ പോവും? ദൈവത്തിന്റെ മഹത്വം. വീണ്ടും ജനനം പ്രാപിക്കണം എല്ലാവരും. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, അങ്ങ് നിർത്തുക. ദൈവത്തിന്റെ മഹത്വം. എങ്ങനെയായി വീണ്ടും ജനനം നടക്കുന്നത്? നിക്കോദോമസ് പറഞ്ഞു, മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാൻ പറ്റുമോ? അല്ല അല്ല അല്ല. അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കുന്നത് നടക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും. എന്തുവാ ഈ വെള്ളം? ഒറ്റവാക്കി പറയാൻ നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ വചനം. അവിടെ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ വചനം. ഈ വചനത്തിന് അലങ്കാര ഭാഷയിൽ ഉപമകളിലായിട്ട് പല കാര്യങ്ങൾ രേഖപ്പെടുത്തേന്, അതുപോലെ തന്നെ മഞ്ഞ്, ചില ഇടങ്ങളില് മഞ്ഞയായിട്ട് സ്തോത്രം, പൊന്നിലും തങ്കത്തിലും അങ്ങനെയൊക്കെ ഇതിനെ കൊടുത്തിട്ടുണ്ട് അലങ്കാര ഭാഷയില്. അപ്പോൾ ഇവിടെ വെള്ളം 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 എന്ന് ഓർക്കുമ്പോൾ ചിലർക്കുന്ന പരിശുദ്ധാത്മാവല്ല, സ്നാനവുമല്ല. കാരണം പരിശുദ്ധാത്മാവെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും. വെള്ളം ദൈവത്തിന്റെ വചനമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത നിർമ്മല വചനം. ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, ഇടപെടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും കൂടെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കും. അന്നേരം ആ വീണ്ടും ജനനം. ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കണം. വചനമകത്ത് ഹൃദയത്തിലോട്ട് വരും, ദൈവത്തിന്റെ ആത്മാവം ഹൃദയത്തിലേക്ക് വരും. ഈ രണ്ട് ശക്തികൾ അകത്ത് ക്രിയ ചെയ്യുമ്പോൾ ആ വീണ്ടും ജനനം. അല്ല, ഒന്നാമത്തെ ജനനത്തിന് അങ്ങനെ ആണല്ലോ. ഞാൻ നിങ്ങൾ ജനിച്ചപ്പോഴേ ഒരു പുരുഷന്റെ ഇഷ്ടത്താലാ നമ്മുടെ ജനനം. ആ ജനനത്തിന് പിള്ളേരൊക്കെ ഉണ്ട്, ഓപ്പണായിട്ട് പറയാം, പറയുന്നതിന് തെറ്റൊന്നുമില്ല. നിങ്ങൾ പുള്ളി തെറിയൊക്കെ പറഞ്ഞേച്ച് പോയെന്ന് പറയണ്ട, ഉള്ള സയൻസ് അല്ലേ. ആമൻ. പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടെ ഒന്നിച്ച് യോജിക്കുമ്പോഴാ ഒരു വ്യക്തി ജനിക്കുന്നത്. രണ്ട് ഘടകങ്ങളുണ്ട്, പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടം, രണ്ട് ഘടകങ്ങൾ സമ്മേളിക്കുമ്പോഴാ ഒരു വ്യക്തി, അത് സ്ത്രീയോ പുരുഷനോ, ഇവിടെ ജനിക്കുന്നത്. ഇതുപോലെ തന്നെ ഹൃദയത്തിൽ ഈ രണ്ട് ഘടകങ്ങൾ, ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും അകത്ത് ക്രിയ ചെയ്യുമ്പോൾ ആ വീണ്ടും ജനനം നടക്കുന്നത്. ഇന്ന് രാത്രി ആ വീണ്ടും ജനനം നടക്കണം. വന്നതുപോലെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് ഒരു പുതിയ മനുഷ്യനായിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ആട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. സ്തോത്രം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാ. രണ്ട്, അവിടെ വായിക്കുന്നത് ഇത് പ്രത്യാശ തരുന്ന മാർഗമാ സുവിശേഷം. ഒരു കാലത്ത് ഞാനും നിങ്ങളും എല്ലാം പ്രത്യാശയില്ലാതെ ജീവിച്ചവരാ, ഇല്ലയോ? 2-3 വാക്യം വായിച്ചോ. നേരത്തെ എങ്ങനെ ആയിരുന്നു? അതോട് അറിഞ്ഞേച്ചു പോകുന്നത് നല്ലതാ. ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ടിട്ട് നേരത്തെ കൂടെ ഒന്ന് അറിഞ്ഞേച്ചു പോകും. നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2, 3, 4, 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യവും, അതുപോലെ തന്നെ പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ടുള്ള വാക്യവും, തീത്തോസ് 3-ന്റെ 3 വാക്യം പിന്നെ പറയാൻ ഓർക്കുന്നെങ്കിൽ വായിച്ചേ. ഗലാത്യർ 4-ന്റെ 8 മുതൽ വായിച്ചു. നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് ഈ വീണ്ടും ജനനം പ്രാപിച്ച് കൃപയിൽ വരുന്നതിന് മുമ്പ് പ്രത്യാശയില്ലാത്തൊരു കാലമാ. എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ട് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കും. നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദ്യപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ടതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആകുമെന്ന് ഭയപ്പെടുന്ന വിവരിക്കുന്നില്ല. നേരത്തെ എങ്ങനായിരുന്നു? ദൈവത്തെ അറിയാതെ ജീവിച്ചൊരു കാലം, പ്രത്യാശയില്ലാതെ, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ, വാഗ്ദത്തങ്ങൾക്കെല്ലാം അന്യരായിട്ട്, അടുക്കാനൊക്കത്തില്ലായിരുന്നു. അടുക്കാനൊക്കത്തില്ല. എങ്ങോട്ട്? ദൈവകൃപയിലോട്ട്. നമ്മൾ ശത്രുക്കളായിരുന്നു. പ്രമാണം വെച്ച്, ന്യായപ്രമാണം വെച്ച് ഞാനും നിങ്ങളുമെല്ലാം ശത്രുക്കളാ. മിത്രങ്ങൾ ആരാ? യഹൂദൻ. അവര് തള്ളിക്കളഞ്ഞു, അത് വേറൊരു വിഷയം. എന്നാലും അവരാ മിത്രങ്ങള്. അതുകൊണ്ട് ആ വേർപാടിനെ നടിച്ചു വരെ യേശു പിടിച്ചത്.
ഈ ന്യായപ്രമാണം യഹൂദനെ നോക്കി അങ്ങ് അനുഗ്രഹിക്കും. ന്യായപ്രമാണത്തിന്റെ തൊഴിലതാ. യഹൂദനെ നോക്കി രാവിലെ എഴുന്നേറ്റ് യഹൂദനെ എല്ലാം നോക്കി പറയും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. യഹൂദനോടാ. തിരിഞ്ഞേച്ച് ഉച്ച കഴിഞ്ഞ് നമ്മളോട് പറഞ്ഞത്, പട്ടണത്തിൽ നിന്നെ വണ്ടി ഇടിക്കും. നമ്മളോട് യഹൂദനൊഴികെ ബാക്കി മുഴുവൻ ജാതികളല്ലേ. അപ്പൊ യഹൂദനായി പ്രമാണം. അവിടെ റോമാലേഖനം 9:3 വായിച്ചു നോക്കിയിരിക്കുമ്പോ ഞാൻ ഏതാണ്ട് എഴുതിയതാന്ന് തോന്നുന്നു. വായിരു റോമാലേഖനം 9:3 പെട്ടെന്ന് വായിച്ചു. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ഇസ്രായേലിയർവിനെ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, അവർക്ക് മാത്രമുള്ളത്. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ഇതെല്ലാം അവർക്കാണ്, നമ്മക്കല്ല. പുത്രത്വം, ന്യായപ്രമാണം, വാഗ്ദത്തം, ആരാധന ഇതെല്ലാം അവർക്ക്. പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ. ഏതാ പിതാക്കന്മാര്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അതൊക്കെ അവർക്കുള്ളതാ. നമ്മളെ ആൾക്കാർ കയറി ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമെന്നും കരുതി പ്രാർത്ഥിക്കരുത്. ചില കുണർവ് കയറുന്നു, ഞങ്ങളുടെ പിതാക്കന്മാരോട് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. പിതാക്കന്മാരുടെ ദൈവമെന്ന് പ്രാർത്ഥിച്ചാൽ കക്ഷികൾ വരും. ഉണർവ് കയറിയിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം ചോദിക്കും, ചേച്ചൻ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. അയനാ യോടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന, അങ്ങനല്ല പിതാക്കന്മാരുടെ ദൈവമേന്ന്. യോടി പിതാക്കന്മാരെല്ലാം വന്നതാ അവിടെ. ഇപ്പം ചിലടത്ത് പോകുന്നുണ്ടല്ലോ, പിതാക്കന്മാരെല്ലാം അവിടെ പോയതാ. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവമെന്ന് കയറി കീച്ചരുത്. പിള്ളേർ പറയും പോലെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവമെന്ന് പറഞ്ഞോണം. പിതാക്കന്മാരുടെ ദൈവമെന്ന് പറഞ്ഞാൽ ഈ പുള്ളി തന്നെയല്ല, വേറെ പല കക്ഷികൾ വരും. എല്ലാം കൂടെ മൈക്കിൽ കൂടെ അങ്ങനെ പറയുന്നത്. വേണ്ട, വെറുതെ എന്തിനാ തല്ലുകൊള്ളുന്നെന്ന് ഓർത്താ. അതോ പറയണോ? വേണ്ട. ദൈവത്തിന് മഹത്വം. ഒരേ ഒരു പിതാവ് സ്വർഗസ്ഥൻ, ഒരേ ഒരു ദൈവം സത്യദൈവം, ഒരേ ഒരു പരിശുദ്ധൻ ദൈവം തമ്പുരാൻ, ഒരേ ഒരു നായകൻ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ പിതാക്കന്മാരെല്ലാം പണ്ട് അങ്ങോട്ടൊക്കെ പോയതാ. അതുകൊണ്ടാ പറഞ്ഞ അങ്ങനെ വേണ്ട. ഈ ന്യായപ്രമാണവും പുത്രത്വവും വാഗ്ദത്വവും നിയമങ്ങളും പിതാക്കന്മാരും എല്ലാം അവർക്കാ, നമുക്കില്ല. അതുകൊണ്ട് ന്യായപ്രമാണം രാവിലെ നിന്ന് നമ്മൾ ഈ യഹൂദനെ അങ്ങ് അനുഗ്രഹിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞാച്ച് നമ്മളോട് പട്ടണത്തിൽ നിന്നെ പെട്ടിയോട്ടോ ഇടിക്കും. യഹൂദനോട് പറയാ, വയലിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മളോട് വയലിൽ മുഴുവൻ മുഞ്ഞ വീഴും. നമുക്കാ. യഹൂദനെ നോക്കിയിട്ട് പറയും, നിന്റെ ഗർഭഫലവും കൃഷിഫലവും ആടുമാട് കിടക്കുന്ന കാലിയുടെ വേറും പ്രഭവെല്ലാം അനുഗ്രഹിക്കപ്പെടും. തിരിഞ്ഞേച്ച് നിന്റെ കന്നുകാലി ഒരെണ്ണം ഗുണം വരികയില്ല, ഒരെണ്ണം ചൊരത്തത്തുമില്ല, നാലിപ്പാല് കറന്നെടുക്കുന്നതിനെ കുടിക്കാൻ ഇട വരികയില്ല, നിന്റെ കൊച്ചുങ്ങളെല്ലാം കാലാപ്രതല്ലിപ്പോവും. ചുരുക്കി പറഞ്ഞാൽ ഈ ന്യായപ്രമാണം യഹൂദനെ അനുഗ്രഹിക്കുകയും ശേഷമുള്ളവർക്കെല്ലാം ഇത് ശാപം കൊടുത്തുവിട്ടപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന്റെ കീഴിൽ നിന്ന് കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി തീർന്ന് ആ വേർപാടിനെ അടിച്ചു വരിയിടിച്ചു കളഞ്ഞ് ശത്രുത്വം ഇല്ലാതാക്കി ദൈവം നമ്മെ നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷയാ ക്രൂശിൽ നടന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് പ്രത്യാശ തരുന്ന മാർഗമാ സുവിശേഷം. ഇപ്പൊ നമുക്ക് പ്രത്യാശയുണ്ട്. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. നമ്മളെ അങ്ങോട്ട് മണ്ണിലോട്ട് അടക്കുകയല്ലേ, അല്ലെ കല്ലറെ വെച്ച കല്ലും വെച്ചു എല്ലാം ക്രമപ്പെടുത്തി ഇഞ്ഞു പോരും. ഞാൻ മരണ വീട്ടിൽ പറയാറുണ്ട്, അങ്ങനെ വെച്ച് കഴിഞ്ഞേച്ച് പിന്നെ അന്ന് രാത്രി ഒന്നും തങ്കച്ചൻ അതിൽ നിന്നും വന്ന് തപ്പി അടക്കുകയല്ല. ചില ആൾക്കാർ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. 5-6 ദിവസം പിന്നെ ഇവിടെ കാണും കട്ടിലുമൊക്കെ വിരിച്ചിട്ടേക്ക് പറയാം അപ്പച്ചൻ അവിടെ വരുമെന്നാ തോന്നുന്നു. പട്ടിയായിട്ടും വരത്തില്ല, പൂച്ചയായിട്ടും വരത്തില്ല, ഒന്നും അപ്പച്ചൻ ആ ഏരിയ കൂടെ വരികയല്ല. കാക്കറിയുമ്പോ അമ്മയാന്നാ തോന്നുന്നത്. ഇവരൊക്കെ ഒന്നും വിളിച്ച് പറയരുത്. പട്ടിയായിട്ടും പന്നിയായിട്ടും പൂച്ചയായിട്ടും കാക്കയായിട്ടും ഒന്നും തള്ള അതിലേക്ക് അടുക്കള പാത്രം അമ്മ അടുക്കള ഒന്നെന്നാ തോന്നുന്നു. ആ പാത്രം കഴുകി വെക്കുമ്പോ ശ്രദ്ധിച്ചു വെക്കണം, അല്ലേ താഴെ വിടുന്ന, അല്ല തള്ള അടുക്കള കയറി എന്നല്ല. അല്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് വരികയല്ല. ക്രിസ്തുവിൽ മരിച്ചവർ അവരെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക.
ആത്മാവ് തന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ അടുക്കലേക്ക് പോകും. ആമേൻ. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. പക്ഷെ നമ്മുടെ പ്രത്യാശ എന്നാണെന്നറിയാമോ? ഇനി കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. രൂപാന്തരം. എന്തുവാ ഈ രൂപാന്തരം? പണ്ടൊരുത്തരോട് ചോദിച്ചു, എന്തുവാടാ രൂപാന്തരം? അവൻ പറഞ്ഞു, രൂപാന്തരം കാര്യമായിരിക്കുമെന്ന് പറഞ്ഞു. അല്ല, പണ്ട് ഏതോ ഒരു ഇത് വായിച്ചതാ. രൂപത പറഞ്ഞു, രൂപദാത എന്ന് പറയുന്ന സ്ഥലമാണ് രൂപത. പിന്നെ കോതമംഗലം രൂപത, ചങ്ങനാശ്ശേരി രൂപത, കാഞ്ഞിരപ്പള്ളി രൂപത, പിന്നെ അങ്കമാലി. അപ്പൊ ഒരുത്തനോട് ചോദിച്ചാൽ എന്തുവാടാ രൂപത? അത് രൂപദാതാന്ന്. അപ്പൊ ചോദിച്ചു, അത് രൂപതയുണ്ട്, അത് അധികം രൂപ കൊടുക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ എന്തുവാ ഈ രൂപാന്തരം? എന്തുവാ രൂപാന്തരം? നടക്കുവോ? അതെങ്കിലും ഒന്ന് അറിഞ്ഞു പോവും. രൂപാന്തരം എന്ന് പറഞ്ഞ മനസ്സിലാകുന്ന ഭാഷ പറയാം. ഈ രൂപം അങ്ങ് മാറും. ഇതത്ര നല്ല രൂപമൊന്നും അല്ല ചിലർക്ക്. അതുകൊണ്ട് എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്താ നമ്മൾ ഈ പരുവത്തിൽ വന്ന് പിന്നെ എന്ത് ബത്തപ്പെട്ട തൂത്തും തുടച്ചും തേച്ചും മിനുക്കി ഇട്ടിട്ട് ഒന്ന് ബോധിക്കുന്നുമില്ല. ഇങ്ങനെ നോക്കി എന്ന് പുള്ളി പറഞ്ഞു, നോക്കിക്കേ. എന്നാ പുള്ളിയും പറഞ്ഞു, തരക്കേടില്ല, ചുമ്മാ. നമുക്ക് തന്നെ അറിയാം ഈ രൂപം അത്ര നല്ലതല്ലെന്ന്. കണ്ണാടി ചെന്നാൾ ഒരാൾ പറഞ്ഞു, ഞാനിപ്പൊ കണ്ണാടി നോക്കാറില്ലെന്ന്. പിന്നെ ചിലര് വണ്ടിക്കകത്തൊക്കെ കാണുന്ന അതിനകത്ത് എന്തെല്ലാം ക്രമീകരണമാണെന്നറിയാമോ? അയ്യോ, എന്തെല്ലാം ക്രമീകരണം. ബ്യൂട്ടി പാർലറിൽ ചെല്ലുന്നത് പോലെ വണ്ടിക്കകത്ത് ഉപദേശിമാരുടെ അടുക്കലും ഉണ്ട് ചിലര്, എല്ലാരും അല്ല. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളെ ഞാൻ ശ്രദ്ധിച്ചു. അയ്യോ, വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് ഏതാണ്ടെല്ലാം എടുത്ത് തൂത്തും. പുള്ളി ശുശ്രൂഷയ്ക്ക് വരിക. യോഗ്യമായിരിക്കണം, നാറരുത്, വൃത്തിയായിരിക്കണം, അതൊക്കെ അത്യാവശ്യമാണ്. പക്ഷെ ഏതാണ്ടെല്ലാം അങ്ങ് തേക്കുക. എന്നിട്ട് പുള്ളി വെളിയിൽ ഇറങ്ങിച്ചു ഇങ്ങനെ വെച്ച് മനസ്സിലാകുന്നില്ല. കുറ്റം പറയുകയല്ല, നമുക്ക് തന്നെ പലർക്കും അറിയാം ഈ രൂപം അത്ര. അപ്പൊ രൂപാന്തരം എന്ന് പറഞ്ഞാൽ ഈ രൂപം അങ്ങ് മാറും. ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. ഇതാ നമ്മുടെ പ്രത്യാശ. അല്ല, ആ പുത്തൻ ശരീരം എന്ന് പറഞ്ഞാൽ പട്ടിയായിട്ട് വരുന്നൊന്നും അല്ല ഒന്നും ഞാൻ പറയുന്നില്ല. അടങ്ങുക. ദൈവത്തിന്റെ മഹത്വം. സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്ന മാർഗമാണ്. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. തെസ്സലോനിക്ക ലേഖനം പഠിപ്പിക്കുക, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോടുകൂടെ ഇരിക്കും. അവനെ താൻ ഇരിക്കുന്നത് പോലെ നമ്മൾ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. ഭാഗ്യകരമായ പ്രത്യാശ എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ ഇതര വ്യക്തികൾക്കില്ല, ഇത് വേർപെട്ട ദൈവമക്കൾക്കാ. ഒന്നുകൂടെ പറഞ്ഞാൽ വചനം വിശ്വസിക്കുന്നവർക്കാ. അപ്പൊ എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഈ സുവിശേഷം രക്ഷയ്ക്ക് ദൈവശക്തിയാ. രണ്ട്, ഇത് പ്രത്യാശ തരുന്ന മാർഗമാണ്. പിന്നെ എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? വായിച്ചേ 6:14. പെട്ടെന്ന് വായിച്ചോ. എഫേസ്യ ലേഖനം 6:14. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ. ഏതാ വായിക്കുന്നത്? 6:14 ആണോ? 6:14. എഫേസ്യ ലേഖനം 6:14 ആണോ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. വായിച്ചത് ഏതായിരുന്നു? അല്ല, കൊലോസ്യ ലേഖനമായിരുന്നു. കുഴപ്പമില്ല, വേറെ പുസ്തകമില്ലയോ? അതിനകത്ത് അറിയൊന്നുമല്ലല്ലോ വായിച്ചത്. വേറെ പുസ്തകത്തിലെ വാക്യം നിങ്ങൾ എന്നാ ഇരിക്കുന്നത്? ഇത് വായി 6:14. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. മതി, എല്ലാം വിവരിക്കുന്നില്ല. ആ സുവിശേഷത്തിന്റെ വിശേഷത കേട്ടോ. സമാധാന സുവിശേഷം, അതാ സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, ഇത് രക്ഷയ്ക്ക് ദൈവശക്തിയാ. രണ്ട്, ഇത് പ്രത്യാശ തരുന്നതാ. മൂന്ന്, ഇത് സമാധാന സുവിശേഷം. ആ സുവിശേഷം ചെല്ലുന്നിടത്തെല്ലാം സമാധാനം ഉണ്ടാകും. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ചാർച്ചക്കാർക്കും ദേശവാസികൾക്കും എല്ലാം പേടി സ്വപ്നമായിട്ട് സ്വസ്ഥത കെടുത്തി നാട്ടുകാരെല്ലാം തലയൊക്കെ വെച്ച് പ്രാഗിയ ദൈവമേ കാലന്റെ തലയിൽ വെള്ളിടി വെട്ടണം. അങ്ങനെയൊക്കെ പ്രാഗിവരുണ്ട്, പ്രാഗ് മേടിച്ചവരും ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ സുവിശേഷം വിശ്വസിച്ചു.
സുവിശേഷം അവരുടെ ജീവിതത്തിൽ വന്നു. അവര് സുവിശേഷത്തെ ഏറ്റെടുത്തപ്പോൾ അവർക്ക് സമാധാനമുണ്ടായി. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ സമാധാനമില്ലാതെ അനേകർ അടിമപ്പെട്ടു. പക്ഷേ ഈ സത്യസുവിശേഷം, നിർമ്മല സുവിശേഷം, ഈ സുവിശേഷം അവരുടെ ഉള്ളത്തിൽ ചെന്ന് ക്രിയ ചെയ്തപ്പോൾ അവർക്ക് സമാധാനമുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ ഇപ്പൊ ശ്രദ്ധിച്ച് അവരോട് ചോദിച്ച്, എങ്ങനെയുണ്ട് ബേബിക്കുട്ടി? നല്ല സമാധാനം. സുവിശേഷം സമാധാനം കൊടുക്കുന്ന മാർഗമാണ്. മനസ്സിലായോ? സമാധാനം തരുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ സുവിശേഷം. എത്രയെത്ര കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. വെച്ച കഞ്ഞി കുടിക്കാൻ പാടില്ലാതെ ബുദ്ധിമുട്ടി എത്രയോ സഹോദരിമാരുണ്ട്. ഇപ്പോഴല്ലേ വെടിവെക്കുമ്പോ കത്തുന്നത്. പണ്ട് പൊത്താൻ കൊണ്ടുവന്ന് ഈ മഴയത്തൊക്കെ ഊതി കണ്ണിൽ പുകയും കയറി കരഞ്ഞ് ആകെ ഊപ്പാട് വന്ന് കഞ്ഞി വെച്ച് ഭർത്താവിനും പിള്ളേർക്കും ആമന് വിശന്ന ഇതൊക്കെ ചെയ്യുന്നത്. കൊടുക്കാൻ ഓർത്ത് വെച്ചപ്പോ അയാൾ 4 കാലേ വന്ന് വലിയ ബഹളമായി പിള്ളേര് പേടിച്ച് കട്ടിലിനടി കയറി അലറി കൂവി ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് ഇടിച്ച് ചിലടത്ത് ഭാര്യയും താങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചില കേസുകൾ ചിലരിനോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. എന്തായാലും അലോക്യമാണ്. എന്നോടൊരു സഹോദരി പറഞ്ഞ്, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിട്ടൊരടി, ഞാനും ഒരടി കൊടുത്തു. പിന്നെ ഇന്ന് വരെ പുള്ളി അടിച്ചിട്ടില്ല, ഞാനും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ കാര്യമാണ്. മേല് നോക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അല്ലയോ എന്ന് അവര് ന്യായമാ പറഞ്ഞു. അയാളെ ജനിപ്പിച്ചതുപോലെ തന്നെ എന്നെ എന്റെ അപ്പനും അമ്മയും ജനിപ്പിച്ച അയാളുടെ ശരീരം പോലെ എനിക്കും ശരീരമുണ്ട്. പിന്നെ മേല് നോക്കുന്നില്ലെന്ന്. അയാൾ ഒരടി തിരിച്ച് ഞാനും ഒരടി അടിച്ചു. പിന്നെ അയാൾ ഇന്ന് വരെ അടിച്ചിട്ടില്ല. ഞാനും പുള്ളിയെ ഞങ്ങൾ വളരെ സമാധാനമാണ്. ഇതിപ്പോ കണ്ടിട്ട് മിക്കത് മേടിച്ചതാണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാര്യം പറയാം, ഇത് സമാധാനം തരുന്ന മാർഗമാ സുവിശേഷം. എത്ര കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി, ദേശത്തിന് സമാധാനമുണ്ടായില്ലേ? അക്രമവും അനീതിയും ഒക്കെ ആയുള്ള ഒത്തിരി ഏരിയകളുണ്ട്. ചെല്ലുപടത്തിൽ ആ ഏരിയയിൽ പോകരുത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെങ്കൽച്ചൂള. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചെങ്കൽച്ചൂള. ഒരു കാലത്ത് പോലീസുകാർ പോലും അങ്ങോട്ട് കയറാൻ ഭയമായിരുന്നു. പക്ഷെ അവിടെ അനേകർ ഈ സുവിശേഷം വിശ്വസിച്ചു. ഇപ്പത്തെ എല്ലാവർക്കും ചെല്ലാം. എല്ലാവർക്കും ചെല്ലും. ഇപ്പൊ പക്ഷെ കേറി ഇപ്പൊ അതെല്ലാം ഓഫാക്കി. എനിക്കറിയാം എന്നൊക്കെ പൊതുവെ പറയേണ്ടത് എന്നാക്കിയാണെന്നും ഇവിടെ പറയേണ്ടത് തന്നെ എനിക്കറിയാം. ചെല്ലു പറഞ്ഞ അയാൾക്ക് ഒന്നും അറിയാൻ മേലെന്ന് ഇപ്പം മനസ്സിലായോ? ഇവിടെ പറയേണ്ടതന്നെ അവിടെ പറയേണ്ടതന്നാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം സമാധാനമാണ്. എന്റെ പ്രിയ സ്നേഹിത സുഹൃത്തെ, സമാധാനം തരുന്ന മാർഗമാണ് സുവിശേഷം. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? രക്ഷ തരുന്ന മാർഗമാ, പ്രത്യാശ തരുന്ന മാർഗമാ, സമാധാനം തരുന്ന മാർഗമാ സുവിശേഷം. ആ സുവിശേഷമാ ഇന്നും നാളെയും മറ്റന്നാളും എല്ലാം ഇവിടെ മുഴങ്ങാൻ പോകുന്നത്. ദൈവത്തിന്റെ മകത്ത് ഓടിച്ചു നിർത്ത. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? എല്ലാവരും രക്ഷപ്പെടാൻ. എന്തുവാ സുവിശേഷത്തിന്റെ വിശേഷത? 1, ഇത് രക്ഷയ്ക്കായി ദൈവശക്തി. 2, പ്രത്യാശ തരുന്നതാ. 3, സമാധാനം തരുന്നതാ. ആരാ കേൾക്കേണ്ടത്? വായിപ്പിക്കുന്നില്ല. 49-ാം സങ്കീർത്തനം, സകല ജാതികളുമായുള്ളവരെ ഇത് എല്ലാ ജാതിക്കാരും കേൾക്കണം. ഇന്ത്യയിൽ പല ജാതികളുണ്ട്. കേരളത്തിലും ഒക്കെ ഉണ്ട് ജാതി. ഒത്തിരി ജാതി ചോദിക്കരുത്, പറയരുതെന്നാ ഗുരു പറഞ്ഞത്. എന്നാൽ ഇപ്പൊ എല്ലാവരും അത് തന്നെ ചോദിക്കുന്നു. പറച്ചിലൊക്കെ ഒരു വശത്ത് കിടക്കും. സ്പർദ്ധയാ മിക്കവർക്കും. ഇതൊന്നും ചോദിക്കരുത്. എന്തേലും ആയിട്ട് അവിടെ നിൽക്കട്ടെ. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും മരണത്തിന്റെയും പേരിൽ ആലോചന ഒന്നും ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഞങ്ങൾ മുസ്ലിങ്ങളാ, അവര് ക്രിസ്ത്യാനികളാ, ഇവര് ഹിന്ദുക്കളാ, മറ്റത് കൂടി കുറഞ്ഞ് ഞങ്ങൾ ഇവിടുത്തുകാരാ, മറ്റത് വരവാ, അതങ്ങനെ ഇതൊന്നും പറഞ്ഞ് അലോഗ്യം ഉണ്ടാക്കരുത്. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, സ്നേഹിക്കണം. ഇത് സമാധാനത്തിന്റെ മാർഗമാണ്. സ്തോത്രം. ഓരോ വ്യക്തിക്കും അവന്റെ വ്യക്തിത്വമുണ്ട്. ഭിക്ഷ എടുക്കുന്ന ഒരു മനുഷ്യന് അതിന് സാഹചര്യം കൊണ്ടാ ഭിക്ഷ എടുക്കുന്ന. പക്ഷെ പുള്ളിക്ക് വ്യക്തിത്വമുള്ളയാളാ. ആക്ഷേപിക്കരുത്, വിടക്കം നെണ്ണരുത്. അദ്ദേഹവും മനുഷ്യനാണ്. സ്തോത്രം. മനസ്സിലാകുന്നോ? ചെല്ല് പറയാണ്ട് പുള്ളിക്കാരിക്ക് എന്നാ ജോലി? അടുക്കളപ്പണിയാ. അത് നല്ല ജോലിയല്ലേ അടുക്കളപ്പണി? ചെല്ല് അത് ആക്ഷേപിച്ചവാണ്. ആ സഹോദരി അടുക്കളപ്പണിയാ, അത് നല്ല ജോലിയാ. നീ അടുക്കളയിൽ ഒരു ജോലി ചെയ്യുന്നില്ല. അവൾ ഉണ്ടാക്കുന്നതെല്ലാം ഇരുന്ന് തിന്ന് നല്ല പൂണന്റെ തീറ്റിയും തിന്ന്. അടുക്കള ജോലി നല്ലതാ. തന്നെയല്ല, അത് ഒരു കലയാന്നാ പറയുന്നത് അല്ലേ? പാചക കല, അങ്ങനെ അല്ലേ? ഭരതനാട്യം മാത്രമല്ല കല, പിന്നെന്നാ?
എല്ലാവർക്കും പാചകം വേണ്ട, ഭരതനാട്യം അതാ ഇഷ്ടം കൂടുതൽ. ഭരതനാട്യത്തിന്റെ ഒരു തള്ള പറഞ്ഞതെല്ലാം കേട്ടായിരുന്നല്ലോ. ഭരതനാട്യക്കാരി തള്ള ഒന്നും കേട്ടില്ലേ? നീ ഒന്ന് അത് പറയണോ? വേണ്ടല്ലോ, വേണ്ട. എല്ലാം ഞാൻ ഇവരോട് ചോദിച്ചാ ഇന്ന് പ്രസംഗിക്കുന്നു. പാചകം ഒരു കലയാ കേട്ടോ. അപ്പൊ എല്ലാവരും ബഹുമാനിക്കപ്പെട്ടവരാ. ദൈവത്തിന് മഹത്വം. സുവിശേഷം എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. സകല ജാതികളുമായുള്ളവരെ ഇതാ കേൾക്കാൻ കൊള്ളാവുന്ന, ഇതാ കേൾക്കേണ്ടത്. കേട്ടാനുള്ള ഗുണം എന്നാണെന്നറിയാം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. 1, മാനസാന്തരം ഉണ്ടാകും. 2, സ്നാനം നടക്കും. 3, അഭിഷേകം പ്രാപിക്കും. 4, വേർപാട് ജീവിതം നയിക്കും. എല്ലാം എടുപ്പിക്കുന്നില്ല. ഇന്ന് രാത്രി ആ സുവിശേഷമായി ഇവിടെ മുഴങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ദൈവമാണെന്ന് തെളിയിച്ചു. ഓരോ അധ്യായത്തിലും ക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുക. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പുറപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറവന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിൽ പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ദൈവം. 11, 12 അധ്യായം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഓരോ അധ്യായത്തിലും യേശുവിന്റെ ദൈവത്വം. 6-ാം അധ്യായമാ വായിച്ചത്. അവിടെ പറയുകയാ, നിങ്ങളുടെ പിതാക്കന്മാര് മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചു, എന്നാൽ ഇതോ തിന്നുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? അത് വിശദീകരിച്ച് പറയാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ തെലുങ്കിൽ ഇത്രയും സമയം നിങ്ങൾ ഇരുന്നതിന് സന്തോഷം. എന്നോട് ബഹുമാന്യ കർത്തദാസം പറഞ്ഞു 8:45 വരെ സമയമുണ്ടെന്ന് പറഞ്ഞു. 8:45 ഈ വാച്ച് കറക്റ്റ് ആണെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട്. ഇത് കറക്റ്റ് ആണല്ലോ. അപ്പൊ 4 മിനിറ്റിനകം പറഞ്ഞു നിർത്താം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ മരിക്കാതിരിക്കാൻ മന്ന തിന്നവര് മരിച്ചു. മന്ന എന്തുവാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാ. അത് തിന്നവര് മരിച്ചു. മരിച്ചവരെ പറ്റി ആ 10-ാം അധ്യായത്തിൽ, കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്, മിക്കപേരെയും മരുഭൂമിയിൽ തള്ളിയിട്ടെന്ന്. അവരെ 5-ാം വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചു. എങ്കിലും അവര് മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മൈക്കൂടെ അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട്. ആരെയൊക്കെ തള്ളിക്കിട്ടു? ഈ മന്ന തിന്നതിനെ എല്ലാം തള്ളിക്കിട്ടു. എല്ലാത്തിനും തള്ളിക്കിട്ടും. എല്ലാം തള്ളിക്കിട്ട് ചത്തുപോയെന്ന. അതാ മന്ന തിന്നവര് മരിച്ചെന്ന്. മരിക്കാൻ കാരണമെന്ന ആ 10-ാം അധ്യായത്തിലുണ്ട്. 1, ദുർമോഹം. 2, വിഗ്രഹ സേവ. 3, പരസംഗം. 4, ദൈവത്തെ പരീക്ഷിക്കുന്നു. 5, പിറുപിറുപ്പ്. എല്ലാം വിവരിക്കാൻ നേരമില്ല. 5 കാര്യമാണ്. തെള്ളിയിടാൻ കാര്യം, മരിക്കാൻ കാര്യം. മന്ന തിന്നിട്ടും മരിച്ചു, എന്നാൽ ഇതോ തിന്നുന്നവൻ ഒരു നാളും ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? വാക്യങ്ങൾ എടുത്ത് വായിപ്പിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകം 42-ന്റെ 1 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോ തന്റെ പിള്ളേരോട് പറയുക, നിങ്ങൾ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് ധാന്യം കൊള്ളണം. അപ്പൊ ശ്രദ്ധിക്കുക, മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട 1-ാമത്തെ കാര്യം മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. എന്തുവായി മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം എന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം, വെളിപ്പാട് പുസ്തകം 11-8 പഠിക്കുമ്പോൾ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീം ഒന്ന് പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതികളിൽ അവരുടെ ശവം കിടക്കുമെന്ന. ഇത് 2 സാക്ഷികളെ പറ്റിയ. അപ്പോൾ ആ പറഞ്ഞു വരും, ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം, ആ നഗരത്തിന്റെ ഒരു പ്രകൃതി അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമാ. അങ്ങനെയെങ്കിൽ മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറഞ്ഞതിന്റെ ഒരർത്ഥം, ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിന് രക്ഷിതാവായി സ്വീകരിക്കണം. നീ മരിക്കത്തില്ല. അതാ അതിന്റെ അർത്ഥം. എല്ലാം വിവരിക്കുക. പാട്ടുമൊക്കെ പാടിയാ പറയുന്നത്. ഇന്നിങ്ങനെ അങ്ങ് പോകട്ടെ. കർത്താവ് വരാൻ താമസിക്കാൻ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, നല്ല അന്തരീക്ഷവും ദൈവം അനുവദിക്കാൻ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു യോഗത്തിന് കൂടാ. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാണ്. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. എന്നാലും നിങ്ങൾ ഇത്ര സഹകരിച്ചതിന് നന്ദി. ദൈവത്തിന്റെ മഹത്വം. മൈക്കും വലിയ തരക്കേടില്ലാതെ ചെയ്യുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടതാണോ? ആണല്ലോ. ദൈവം നിങ്ങളെ അനുഭവിക്കട്ടെ. മരിക്കരുത്. അല്ല, ഇപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കണം. രക്ഷിക്കപ്പെടാത്തവരെയൊക്കെയാ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടടാ കുഞ്ഞെ കുറക്കടാ എന്ന് പറഞ്ഞോണ്ടേ അവൻ തന്തയ്ക്ക് വിളിക്കുക. ആണെന്ന് ഇവര് ദൈവമക്കളായതുകൊണ്ട് കുഴപ്പമില്ല. അതാ നല്ലത്. മോനെ ഇച്ചിരി കൂട്ടിക്ക് ശബ്ദം, ഉടനെ അവൻ ഡാഷ് എന്നാ പറയാ. അതുകൊണ്ട് ഇപ്പം മിണ്ടുകയല്ല, ചോദിക്കും രക്ഷിക്കപ്പെട്ടതാണോ. പാട്ടുകാരോട് ഇപ്പൊ ചോദിക്കണ്ടേ? നിങ്ങളെല്ലാം കുഴപ്പമില്ല, പാടിയല്ലോ മോനെ, മോൻ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കണം. പിന്നെ
ഇല്ല അങ്ങനെയൊക്കെ ചോദിക്കണ്ട ഗതികേടാ. സ്തോത്രം. പാട്ടൊക്കെ നല്ലതാ, ചിലരുടെ നല്ല പാട്ടാ. സ്തോത്രം. അവനും പാടും, രക്ഷിക്കപ്പെടാത്തനും പാടും. പാവനമാം പട്ടണത്തിൽ അവനോട് തന്നെ. ഇപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ വല്ലാത്തൊരു കാലത്ത് വന്നിരിക്കുക. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ശക്തിയാ. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? ഒന്ന്, മിസ്രയീമിൽ ചെന്ന ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഒറ്റ വാക്യം പറഞ്ഞാൽ, നിനക്ക് നിത്യജീവൻ വേണമെങ്കിൽ രക്ഷിക്കപ്പെടണം. രണ്ട്, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 20, അതൊന്ന് വായിച്ചേരെ. ഏതായാലും സമയം പോയെങ്കിലും ഒന്ന് വായിച്ചു. പുറപ്പാട് 30-ന്റെ 20 പെട്ടെന്നൊന്ന് വായിച്ചോ. മരിക്കാതിരിക്കാൻ എന്നോ ചെയ്യണം. പെട്ടെന്ന് വായിര്. 30-20 പെട്ടെന്ന് വായിക്കും. ഇങ്ങോട്ട് ആരെങ്കിലും വായിച്ചതാ? മൈക്ക് കൂടെ വായില്. അവർ സമാഗമന കൂടാരത്തിൽ കിടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകുക. വെള്ളം കൊണ്ട്. അപ്പൊ മരിക്കാതിരിക്കാൻ രണ്ടാമത്തെ പരിപാടി വെള്ളം കൊണ്ടൊരു പരിപാടിയുണ്ട്. അതും ആ വെള്ളം കൊണ്ട് പരിപാടി. മരിക്കാതിരിക്കാൻ വെള്ളം കൊണ്ട് കഴുകണം. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്ക. വെള്ളത്തിൽ ഇറങ്ങണം, മുങ്ങണം. ഷണ്ണനും പീലിപ്പോസും ഇറങ്ങി. യേശു യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടു. കാരാഗർഭമാണ്, രാത്രി തന്നെ മുങ്ങി. ഷണ്ണം മുങ്ങിക്കഴിഞ്ഞ് നെഞ്ചത്തടിച്ചു പോയെന്നല്ല, സന്തോഷിച്ചു പോയെന്നാ. സ്തോത്രം. അപ്പൊ സ്നാനം വെള്ളം കൊണ്ട് വെള്ളത്തിൽ മുങ്ങണം. ചില ആൾക്കാർ ധരിച്ചിരുന്ന പെന്തിക്കോസുകാരിയുടെ കണ്ടുപിടിച്ചതാണ് സ്നാനം. അല്ല, പൊട്ടാ. പെന്തിക്കോസുകാരും ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും മാർത്തോമായും കത്തോലിക്കരും ഒക്കെ ജനിക്കുന്നതിന് മുന്നേ സ്നാനം ഇതിനകത്തുണ്ട്. ആ പെട്ടകത്തിൽ അല്പജനം 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു സ്നാനത്തിന് മുൻകൂർ. ഇതിനോട് ഏത് പൊട്ടനാ പറഞ്ഞ ബന്ധുക്കോസുകാരുണ്ടാക്കിയതാണ്? നോക ബന്ധുക്കോസുകാരനാണ്. ക്ഷേമും ഖാമും യാപത്തോരുടെ പെമ്പളമാരും ബന്ധുക്കോസുകാരായിരുന്നു. എന്തേലും ഒന്ന് വാ തുറന്ന് പറ. അതോ പാടാൻ മാത്രമോ വാ തുറക്കുള്ളൂ? അവരാരും ബന്ധുക്കോസുകാരല്ല. അപ്പൊ ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ച മാർഗമല്ല. സർവജ്ഞനായ ദൈവം അനാദികാലത്തിന് മുമ്പ് തന്റെ തിരുഹിതത്തിലെ നിർണയപ്രകാരം നിർണയിച്ചുറപ്പിച്ചതാണ് സ്നാനം. നീ മരിക്കാതെ ജീവിച്ചിരിക്കാൻ സ്നാനപ്പെടണം. നിർത്തുക. ബൈബിൾ പഠിച്ചു. ഇനി ഇതിരിക്കുമ്പോൾ ആ പുള്ളി ഇളകുന്നെന്ന് വേണ്ട. ചിലക്ക് അങ്ങനെ ഉണ്ട്. വേണ്ട, വാച്ചും പിടിച്ചു. മരിക്കാതിരിക്കാൻ എന്തോ ചെയ്യണം? 28-ാം അധ്യായത്തിന്റെ 35 ഒന്ന് വായിച്ചേ. പുറപ്പാട്. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. പിന്നെ യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ശബ്ദം കേൾക്കണം. ഏതാ? മണി. എല്ലാം വിവരിക്കുന്നില്ല. ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം, ഒരു പൊന്മണി. അത് ഏഹോദിന്റെ ചുറ്റും താഴെ ഇങ്ങനെ. ഇതും ധരിച്ചോണ്ട് അകത്തോട്ട് അഹരോൻ കയറുന്നത്. അപ്പൊ അഹരോൻ അകത്ത് കയറി ചുമ്മാ ഇരുന്നാൽ ശബ്ദം കേൾക്കുകയില്ല. ചില കണ്ടിട്ടില്ല, യോഗം തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഒത്തിരി പേരുണ്ട്. അഹരോൻ ഇത് ധരിച്ച് അകത്തോട്ട് കയറുമ്പം ഒരു മാതളപ്പഴം ഇപ്പുറം ഒരു പൊന്മണി, പിന്നെ ഒരു മാതളപ്പഴം ഇപ്പുറം ഒരു പൊന്മണി. അപ്പൊ അഹരോൻ ദൈവസന്നിധി ചെന്ന് ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തുമ്പോൾ ഇത് ശരീരം ചലിക്കും. ശരീരം ചലിക്കുമ്പോൾ ഈ പൊന്മണി മാതളപ്പഴത്തിനിട്ട് ഒരടി അടിക്കും. പൊന്മണി ഇങ്ങോട്ട് വന്നിട്ട് ഓറി നടിക്കുമ്പോ ഇപ്പറേ മാതളപ്പഴം അപ്പുറം ചെന്ന് അപ്പുറം കിടക്കുന്ന പൊന്മണിക്കിട്ട് പ്രൈസ്തലോ. അപ്പൊ ആ പൊന്മണി ഇപ്പുറത്തെ മാതളപ്പഴത്തിനിട്ടൊരടി ഓറി. അപ്പൊ അപ്പുറത്തെ മാതളപ്പഴം ഇപ്പുറത്തെ പൊന്മണിക്കിട്ട് വിക്ടറി. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കണം. ഏതാ? മറുഭാഷയുടെ ശബ്ദം. ഒരു വാക്യം കൂടെ വായിച്ചോ. വചനത്തിൽ നിന്ന് പറയാം. നിങ്ങൾ പറയാം വായി വരുന്ന വിളിച്ച് പറഞ്ഞെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 വായന. ശബ്ദം എന്തുവാന്ന് ഇതിനകത്ത് വരുമ്പം? തന്നെ വായിക്കാന്നോ? 14-ന്റെ 26 കണ്ണിക തുടങ്ങുന്നിടത്ത്.
ആകയാൽ എന്ത് സഹോദരന്മാരെ സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. പഴയ നിയമകാലത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അവന് സ്വന്തം ഭയത്തോടും മുറകിലോടും ഒരു ചരടുമൊക്കെ കെട്ടിയിട്ടുണ്ടെന്നാ വിവരിക്കുന്നില്ല. അങ്ങനെ അകത്തോട്ട് കയറുന്നത് അനക്കമില്ലെങ്കിൽ ചത്തു വീഴും, അവര് വലിച്ചു വെളിയിൽ വിടും. അപ്പോൾ എന്നാൽ യേശു ക്രിസ്തു കാൽവരിയിൽ വേഗം എന്ന തിരശീല ചിന്തിക്കഴിഞ്ഞപ്പോൾ യെരൂശലേം ദേവാലയത്തിന്റെ തിരശീല മേളിൽ നിന്ന് താഴോട്ട് ചിന്തി ഒരു പുത്തൻ വഴി തുറന്നു. അതുകൊണ്ടാണ് എബ്രായക്കാരൻ പറഞ്ഞത് ധൈര്യത്തോടെ ഇനി അടുത്ത് വരണം. അങ്ങനെ അകത്ത് വരുമ്പോൾ ഇവിടെ കേൾക്കുന്ന ശബ്ദമാണ് വായിച്ചത്. ആകയാൽ എന്ത് സഹോദരന്മാര് നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. അതൊരു ശബ്ദം, ഒരു മണി. ആ ശബ്ദം സങ്കീർത്തനത്തിന്റെ ഒരു മണി, പിന്നെ ഉപദേശമുണ്ട്, ആ ഉപദേശത്തിന്റെ ഒരു മണി, പിന്നെ വെളിപ്പാടുണ്ട്, വെളിപ്പാടിന്റെ ഒരു മണി, അന്യഭാഷയുണ്ട്, അന്യഭാഷയുടെ മണി. ഇതിന്റെ ശബ്ദം കേൾക്കണം. മരിക്കാതിരിക്കാൻ ഇതിന്റെ ശബ്ദം കേൾക്കണം. ചില ആൾക്കാർ പറഞ്ഞ നിന്ന് പോയെന്നാ അവര് പറയാനേ. നിന്നെന്ന ഞാൻ തർക്കിക്കാനും കണ്ണിക്കാനും ഇല്ല എന്റെ പൊന്നച്ചാ, നിന്നിട്ടില്ല. നിങ്ങൾക്ക് നിന്നെന്നോർത്ത് ചുമ്മാ ഉടക്കുണ്ടാക്കരുത്. ഞാൻ ഉടക്കിനുമില്ല. ഇത് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ കൂടിയുള്ള വിടുതൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിന്നിട്ടില്ല. പ്രാർത്ഥിക്ക്, ദൈവം തരുമല്ലോ. ഇത് IPC-കാരുടെയും ചർച്ച കോഡുകാരുടെയും അസംബ്ലീസ് കോഡുകാരുടെയും ചാരോന്റെ കുത്തകയും കുടുംബസ്വത്തും ഒന്നുമല്ല. ഇത് ഭാഷന്മാരുടെ കുടുംബസ്വത്തും കുടുംബ മുതലുമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അപ്പോൾ മരിക്കാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം. എന്തായാലും പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ഏതായാലും മാമി നരകത്തിലാന്ന കുറിച്ചിയും കൂടെ ചൂടാം എന്ന് പറഞ്ഞല്ലോ. ഒരു വാക്യം കൂടെ വായിച്ചു. 3:3 ഉൽപ്പത്തി. മരിക്കാതിരിക്കാൻ എന്നെ കഴിയണം. 3:3 പെട്ടെന്ന് വായിച്ചു. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചു. മരിക്കാതിരിക്കാൻ തോട്ടത്തിന്റെ വൃക്ഷത്തിന്റെ ഫലം ദിനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം, അതിന്റെ ശേഷം നാരികെ ഗുരുവാക്കി ദൈവം പരമാവർക്ക് പൂജിത ഭാഗ്യമിജിത്തമത ഒരു തോട്ടം ചമച്ച നിങ്ങൾ ദൂരിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം പാര വിധം നിയോർജിതമൊന്നു കൊടുത്തിത് കൽപ്പന സേട്ടം കന്നി ഭുജിപ്പാനോ അരുത് അറിവിൻ മരമായതിനിഷ്ടം മാറുത്തും ചൊന്നാൽ വരുമെ മരണമെന്നാൽ ഒരു നീക്കമില്ലത് കരുതണം നിങ്ങളെന്നു പരമൻ ചൊന്നവർ. വരുമെ മരണമെന്നാൽ ഒരു നീക്കമില്ലത് കരുതണം നിങ്ങളെന്നു പരമൻ ചൊന്നവരോട് വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ മരിക്കാതിരിക്കാൻ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ആ പദം കണ്ടോ? എങ്ങനെ? വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. അരുത്. ഈ വേറെ പുസ്തകത്തിൽ അരുതെന്നും അതിരെന്നും പറഞ്ഞ പ്രയോഗങ്ങളുണ്ട്. അതിരും അരുതും രണ്ടും രണ്ടാ. മേരി വേറെ മൂരി വേറെ എന്ന് പറഞ്ഞ പോലെ. ചാക്ക് വേറെ ചാക്കോ വേറെ, പോത്ത് വേറെ പോത്തൻ. കേൾക്കുമ്പോ ഒരുപോലെ പോത്തനും പോത്തും രണ്ടും രണ്ടാ എന്ന് പറഞ്ഞ പോലെ അരുത് എന്നുമുണ്ട്, അതിര് എന്നും വേദപുസ്തകം എല്ലാവരും നേരമില്ലാത്തത് കൊണ്ടാ. അരുത് എന്ന് പറഞ്ഞാൽ വേർപാട്, തൊടരുത്, കഴിക്കരുത്. അരുതെന്ന് ഒത്തിരി പ്രമാണമുണ്ട്, എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. വേർപാട് പാലിച്ചാൽ നീ മരിക്കത്തില്ല. ഞാൻ ഈ മരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണടഞ്ഞു പോകുന്ന കാര്യമല്ല, നിത്യമരണത്തെ ഉന്നം വെച്ചായി പറയുന്നത്. നരകമുണ്ട്, ചാകാത്ത പുഴുവും കെടാത്ത തീയും ഗന്ധകവും ഇരുട്ടും പല്ലുകടിയും എന്ന് വേണ്ട സകല ഉണ്ടാൻ വേണ്ടിയുള്ള സ്ഥലമാണ് നരകം. എടുത്തച്ഛൻ കൊടുത്തിട്ട് പ്രയോഗം ഇങ്ങനെ: വൈതരണ്യാകയാകുന്നത് തൃഷ്ണയും. വൈതരണി ഒരു നരകമാണ്. ഹൈന്ദവ പുരാണം പഠിക്കുമ്പോൾ 10-28 കോടി നരകമുണ്ടെന്നാ. താമിശ്രം, അന്തരാമിശ്രം, വൈതരണി, കുംഭീഭാഗം, ഭൂയോദക, വാസിപത്രം, ഇതെല്ലാം നരകങ്ങളാ. അതിലൊരു നരകമാ വൈതരണി. നമ്മൾ ജലിനെ പറ്റി പറയും, വലിയ വൈതരണിയാ, നരകമാന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു വൈതരണി പെണ്ണമ്മ. നാട്ടുകാരിട്ടതാ, ഞാനിട്ടതല്ല. പെണ്ണമ്മ എന്നാ പേര്, പക്ഷെ നാട്ടുകാരിട്ടത് വൈതരണി പെണ്ണമ്മ. എന്ന് വന്നാലും പ്രശ്നമാ. നരകമാന്നാ പറഞ്ഞതിന്റെ. എന്ന് പറഞ്ഞാൽ നരകമുണ്ട്, ചാകാത്ത പുഴുവും കെടാത്ത തീയും.
വൈതരണ്യാക്കിയാകുന്നത് തൃഷ്ണയ്ക്ക്, വൈതരണി പോകുന്നത് മോഹം മുഴുത്തിട്ടാണ്. ഇന്ന് രാത്രി ആ നരകത്തിൽ പോകരുത്, നിത്യതയിലെത്തണം, നിത്യജീവൻ പ്രാപിക്കണം. അതിനുള്ള കാര്യമായി ഇന്ന് രാത്രി ലളിതമായിട്ട് പറഞ്ഞത്. എന്റെ വാക്ക് നിർത്തുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അന്തിക്കട്ടെ. ഈ മഴയൊക്കെ ആയി, കാലാവസ്ഥ വളരെ പ്രതികൂലമാണല്ലേ. ഇത്രയും ദൈവമക്കൾ ബദ്ധപ്പാടിന്റെ നടുവിലാണ് നിങ്ങൾ വന്നിരുന്ന് ഇത്രയും നേരം വചനം കേട്ട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് സഹായിച്ചത്. കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും ഗായക സംഘത്തിനും മൈക്ക് ഓപ്പറേറ്റ് ചെയ്തവർക്കെല്ലാം നന്ദി. ആമൻ. നിത്യജീവൻ പ്രാപിച്ചോണം. ആരും നിത്യമരണത്തിൽ അകപ്പെടരുത്, മരിക്കാതെ ഇരിക്കണം. ഇത് തിന്നുന്നവൻ മരിക്കത്തില്ല. കർത്താവിനെ ഉണ്മയോടെ സേവിച്ച് വിശ്വസ്തനും വിശുദ്ധനുമായി ജീവിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും ഒന്ന് സമർപ്പിച്ച് ഒരു നിമിഷം എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ, മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ നീക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ നീക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആമേൻ. ആ വീട്ടിലെന്നെ കൈയടിച്ച് ചേർന്ന് മണവാളൻ വന്നിടുമേ. തുതിഗീതം ഓ പുകഴ്ത്തിടുമേ. ഏലനെ ദൂതർ സ്തുതി ചൊവ്വാഴ്ത്തോ മണവാളനെ ദൂതർ സ്തുതി ചൊവ്വാഴ്ത്തും സുന്ദരനാമണവാളനേ. ആമേൻ. അകൃത്യങ്ങൾ അകറ്റിയൻ സന്തോഷമെന്നകമേതം ആമേൻ. അകൃത്യങ്ങൾ അകറ്റിയൻ ആനന്ദ സന്തോഷമെന്നകമേതം ആമേൻ. അഭിഷേകത്താൽ എന്നെ തോടെ നടത്തിയിടുമേ. ആമേൻ. അഭിഷേകത്താൽ എന്നെ ജയത്തോടെ നടത്തിയിടും. ഓ, സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടും സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനേ. സ്തുതിച്ചു മണവാളനേ. ഓ, ദൂതർ സ്തുതിച്ചു സുന്ദരനാം മണവാളനേ. ദൂതർ സ്തുതിച്ചു സുന്ദരനാം